പേരുകൾ വെളിപ്പെടുത്താത്തതും ആക്ഷൻ എടുക്കാൻ മടിക്കുന്നതും പണം മോഹിച്ചല്ല. അതിലും എത്രയോ വലുത് എനിക്ക് എന്റെ കുടുംബമാണ്. ഭാര്യ, വിവാഹപ്രായമെത്തിയ 2 പെൺമക്കൾ, കാൽ സ്വാധീനമില്ലാത്ത മകൻ. അവരുടെ രക്ഷയോർത്ത് എന്റെ മകൻ ജിത്തുവിന്റെ കാൽ സ്വാധീനം നഷ്ടപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണെന്നല്ലേ പറഞ്ഞിരുന്നത്? ബാലുവിനറിയാമോ എന്തായിരുന്നു ആക്സിഡന്റ് എന്ന്? തന്റെ കൺമുമ്പിൽ വെച്ച് വേണമെങ്കിൽ തന്റെ ഭാര്യയെയും പെൺമക്കളെയും നശിപ്പിക്കാനും തന്നെ അടക്കം ഒരുമിച്ച് തീർക്കാനും ഞങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഈ പയ്യന്റെ കാലെ ഒടിച്ചുള്ളൂ. ഇതൊരു താക്കീതാണ്, സൂക്ഷിച്ചോ. എന്റെ മേലുദ്യോഗസ്ഥന്മാരെ ഈ വിവരം അറിയിച്ചപ്പോ അവർ മൗനം ദീക്ഷിച്ചു, അറിഞ്ഞില്ല എന്നടിച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ബാലു? ഈ ക്രൂരത കാണിച്ചവരോട് എതിരിട്ട് മരിക്കാമായിരുന്നു ബാലു. ഇതുപോലെ നാണം കെട്ട് ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ കവിഞ്ഞ് നിങ്ങളെ ബഹുമാനിച്ചവനാണ് ഞാൻ, അനുകരിക്കാൻ മോഹിച്ചവനാണ് ഞാൻ. ഇടക്കാലത്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉറപ്പാണ്, ധീരനായ ഒരു പോലീസ് ഓഫീസറുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് വെറും ഉണ്ണിപ്പെട്ടിയാണ്. ബാലു, സ്വന്തം മകന്റെ കാറ് തല്ലി ഓടിച്ചവര് സ്വന്തം ഭാര്യയും മക്കളെയും കൺമുമ്പിലിട്ട് ഉടുതുണി പിറ്റി ചീന്തി ക്രൂരമായിട്ട് മാനം കടത്തിയാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സഹിക്കുമായിരുന്നു. അല്ലെങ്കിൽ കുടുംബം എങ്ങനെ കഴിഞ്ഞാലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പെൺമക്കളെ നിങ്ങൾ അവർക്കൊണ്ടായി കൂട്ടിക്കൊടുക്കുമായിരുന്നില്ലേ? അതിലും കഷ്ടമാണ്. സ്വന്തം മകൻ ആയുഷ്കാലം മുഴുവൻ ഒറ്റക്കാലിലിടാൻ നിങ്ങൾ അത് സഹിച്ച് ജീവിച്ചു. സോറി സർ, അത് കുട്ടികൾ TV വെച്ച്. സർ, ഇത്രയും കാലം ഞാൻ സഹിച്ചു, ഇനി വയ്യ. ഈ ക്രിമിനൽസിന് മേലെ ആക്ഷൻ എടുക്കണം. അതിനുവേണ്ട തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ സാറിന്റെ പെർമിഷൻ എനിക്ക് വേണം. കാര്യം പ്രതികളിൽ ചിലർ എനിക്ക് മേലെയുള്ളവരാണ്. ഇല്ല സർ, ഫോണിൽ പറയുന്നില്ല, ഞാൻ നേരിൽ ഒന്ന് പറയാം. നാളെ കാലത്ത് തന്നെ പുറപ്പെടാം സർ. ശരി സർ, മുഴുവൻ രേഖകളും കൊണ്ടുവരാം. ഉറങ്ങിയില്ലേ? ഞാൻ എന്തോ ഓർത്തങ്ങനെ. ഈ നേരത്തെ എന്തോ ഓർക്കാൻ? നമ്മുടെ മക്കളെ പറ്റി. വേറെന്ത്? ഉറങ്ങിയട്ടെ, നാളെ പുലർച്ചയ്ക്ക് പോണ്ടേ? ടൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ എല്ലാ രഹസ്യങ്ങളും ആ കമ്മീഷണർ ഈ ഫയലിൽ ഒതുക്കിയിട്ടുണ്ട്. ഭയങ്കരൻ. എങ്കിൽ അത് ഇപ്പൊ തന്നെ കത്തിച്ചോളണം മാഡം.
ഇല്ല. കൂട്ടത്തിൽ ഇവിടുത്തെ പോലീസിലും ഗവൺമെന്റിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുടേതുമുണ്ടല്ലോ. അവന്മാരെ നിലയ്ക്ക് നിർത്താൻ ഈ ഫയലുകൾ സൂക്ഷിക്കണം. പെടുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച്. എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. പോലീസ് അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നുണ്ട്. IG വരെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ധീരനും തികഞ്ഞ ആദർശശുദ്ധിയുള്ളവനുമായിരുന്നു നിങ്ങളുടെ കമ്മീഷണർ. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്കായില്ല. ഇനി വിലപ്പെട്ട ആ ജീവൻ അപഹരിച്ചവരെയെങ്കിലും രക്ഷപ്പെടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ദാറ്റ്സ് ഓൾ ജെന്റിൽമെൻ. ഹലോ, ഇനി നീയും സൂക്ഷിക്കണം. കമ്മീഷണറുടെ സീക്രട്ട് ഫയലുകളെ കുറിച്ച് എനിക്കും ചിലത് അറിയാമായിരുന്നു. ശത്രുക്കളെ ഭയപ്പെടുത്തി തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് അദ്ദേഹം അത് ഉപയോഗിച്ചു. പലപ്പോഴും നിനക്ക് വേണ്ടി. നിന്നോടെന്തോ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യനെ നീ തെറ്റിദ്ധരിച്ചു, വല്ലാതെ വേദനിപ്പിച്ചു. സോറി സാർ, കാര്യമറിയാതെ ഞാൻ സാറിനോട് തെറ്റായി പെരുമാറിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. എന്റെ രക്ഷയോർത്ത് മുമ്പ് പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല, തടഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ എനിക്ക് അനുവാദം തരണം സാർ. ഐ വാണ്ട് യുവർ പെർമിഷൻ ആൻഡ് യുവർ ബ്ലെസ്സിങ്സ്. Come on, jump! Search. എവിടാ മാഡം? ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? എനിക്കറിയില്ല സർ. മെഷീൻ ഗൺ ഈ ടൈപ്പ് നമ്മുടെ തോന്നില്ല. എന്നെ രക്ഷിക്കണം സാർ. സാറ് പിടിച്ച പൊന്നും പൊടിയും ഒറ്റി തന്നത് ഞാനാണെന്ന് അവരറിഞ്ഞു. എന്നെ അപായപ്പെടുത്തും സാർ. എനിക്ക് പോലീസ് സംരക്ഷണം വേണം. ഇയാളെ പോലെ നാട് മുടിച്ച കള്ളക്കടത്തുകാർക്ക് ഇനി സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസുകാരൻ കാവൽ നിൽക്കണം അല്ലേ? അങ്ങനെ പറയരുത് സാർ. കോടിക്കണക്കിന് ഉൾപ്പെടെ സാധനമല്ലേ ഞാൻ കാരണം പിടിച്ചത്. അത് രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ലോ. പിടിച്ചല്ലേറെ താനും വിറ്റ് കാശാക്കില്ലേ? പിന്നെ എതിരാളിയെ തോപ്പിക്കാൻ താൻ പോലീസിന് ആയുധമാക്കല്ലോ ചെയ്തത്. അതിന് കിട്ടിയില്ലേ സർക്കാരൊക്കെ ലക്ഷങ്ങള് റിവാർഡ്? ആ പണത്തിലും വലുതാണ് സാർ എന്റെ ജീവൻ. കൈ കിട്ടിയാൽ അവരെന്റെ കഷ്ണം കഷ്ണമായി നുറുക്കും. ഗൾഫിൽ നിന്ന് ഷായു എത്തിയിട്ടുണ്ട്. Hussain, I want to see his dead body in the next 24 hours. You understand? Yes, sir. So leave. Why are you standing? Out! 24 മണിക്കൂറാണ് ഹുസൈനെ തീർക്കാൻ ഷാ തന്നിരിക്കുന്നത്. അതിനകം നിങ്ങൾ അത് ചെയ്തിരിക്കണം. മാഡം, ഹുസൈന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. ഒരു പോലീസ് ഓഫീസറെ തന്നെ ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ചെയ്യില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സഹദേവനോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ നടത്തുന്ന കഞ്ചാവ് കൃഷിയും ഫോറിൻ ലിക്കർ ബോട്ടിലിംഗും. മാഡം, കൊല്ലപ്പെട്ട നിങ്ങളുടെ കമ്മീഷണർ ശേഖരിച്ച ഇതിനകത്തെ രേഖകളിൽ അതിനു വേണ്ട തെളിവുണ്ട്. അത് വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ഹുസൈനെ നിങ്ങൾ തന്നെ. യെസ് സാർ. ഓക്കെ സാർ. ഒന്ന് വണ്ടി വെക്കും. എന്താ നിർത്താൻ പറഞ്ഞു? എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ നിങ്ങൾക്ക് എസ്കോർട്ട് തരാൻ ദാ ആ പോലീസ് ജീപ്പുണ്ട്.
വെടിവെച്ച ആളെ നിങ്ങൾ കണ്ടോ? കണ്ടു. ആരാ? അസിസ്റ്റന്റ് കമ്മീഷണർ മുരുകനാണ് എന്നെ വെച്ചത്. സാറിന്റെ മോളെ ആരാ പുറത്തു കൊണ്ടുപോയത്? പ്രീതി. അവരുടെ കാറിനെ ആരോ ചേസ് ചെയ്യുന്നുണ്ടെന്ന് ബീറ്റ് പോലീസ് വിളിച്ച് അറിയിച്ചാണ്. അലക്സ് എന്റെ മോള്. അരുത്, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഇല്ല, കൊന്നാലും എന്റെ മോളെ ഞാൻ തരില്ല. പ്രീതി,